+2 കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. അപ്പം ഇതുപോലെ കുറേ അക്കാഡമികളുടെ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല ഇതിൽ ഏത് കയറണം അങ്ങനെ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ അമ്മയാണെങ്കിൽ മലയാളം മനോരമ പത്രമാണ് ഇവിടെ വരുത്തുന്നത്. അപ്പം അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ നാഷണൽ ഫോഴ്സ് അക്കാഡമിയുടെ ഒരു പരസ്യം ഇങ്ങനെ കണ്ടു. ഇതാണ് എൻ്റെ അച്ഛൻ. 23 കൊല്ലം CRPF വർക്ക് ചെയ്തിരുന്നു. നമുക്കറിയാലോ പട്ടാളത്തിൽ എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനകത്ത് അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവരൊരു ജോലി നിങ്ങളെ എത്തിപ്പിക്കും. അവർ ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഉഴുതാരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിതു മൃതി. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും നാഷണൽ ഫോഴ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയ്ക്കായിട്ട് കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പം ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്താണ്. നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് നിൽക്കുന്നത് നാഷണൽ ഫോഴ്സ് അക്കാദമിയിൽ പഠിക്കുന്ന ആദർശിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ആദർശനുമുണ്ട് ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങളൊക്കെ. അപ്പോൾ ആദർശ് സ്വന്തം ലക്ഷ്യങ്ങളെ കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ ആദർശിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ആദർശിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. എന്താണ് ആ സന്തോഷത്തിനുള്ളൊരു കാരണം എന്ന് നമുക്ക് ആദർശിൻ്റെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദർശിൻ്റെ ഫാമിലിയൊക്കെ പരിചയപ്പെടാം. ആദർശിൻ്റെ ആ സന്തോഷത്തിന് കാരണം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നോക്കാം. എൻ്റെ പേര് ആദർശ്. ഞാനിപ്പോൾ നാഷണൽ ഫോഴ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടിപ്പോൾ 1.5 വർഷമാവുന്നു. എനിക്കിപ്പോൾ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിയിലോട്ട് എനിക്കിപ്പോൾ സെലക്ഷൻ ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടും NFAയിലുള്ള ടീച്ചേഴ്സിൻ്റെ സാറിൻ്റെ സപ്പോർട്ടും എല്ലാത്തിനും വളരെ നന്ദിയുണ്ട്. എനിക്ക് MEG ബാംഗ്ലൂർ. അടുത്ത മാസം 27-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് ട്രെയിനിങ്ങിന് പോവുകയാണ്. ഇതാണ് നമ്മുടെ ആദർശിന്റെ ഫാമിലി. നമുക്ക് ആദർശിന്റെ ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദർശ്, ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് സനൽകുമാർ. അച്ഛൻ 23 കൊല്ലം CRPF വർക്ക് ചെയ്തിരുന്നു. ഇപ്പം റിട്ടയർഡാണ്. ഇതെൻ്റെ അമ്മ ബിന്ദു എന്ന അമ്മയുടെ പേര്. അമ്മ ഹൗസ് വൈഫാണ്. ഇതാണ് എൻ്റെ അച്ഛാമ്മയാണ് എനിക്ക് സപ്പോർട്ടും എപ്പോഴും എനിക്ക് വേണ്ടിയുള്ള മോട്ടിവേഷനും ഒക്കെ പറഞ്ഞ് എന്നെ ഇത് വിടുന്നത്. എൻ്റെ അച്ഛാമ്മയുടെ ചേച്ചിയാണ്. ഇതെൻ്റെ അനിയൻ ഇപ്പോൾ +2 പഠിക്കും. അനിയൻ ഇപ്പോൾ +2 ഇപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ ചേട്ടൻ ഇതിലേക്ക് പോയപ്പോ ഇങ്ങനെ ഒരു ഡിഫൻസ് സെക്ഷനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അതെ, അനിയനും പുറകെ വരുന്നുണ്ട്. ആദർശിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദർശിന്റെ പഠന രീതിയും എന്താണ് ഉണ്ടായ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ്? പഠന രീതി നല്ല പഠനമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മറ്റേ സ്വിമ്മിങ്ങിലായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. അതിൽ നിന്ന് എവരെയും സ്വിമ്മിങ് പഠിപ്പിച്ചു. അവർ സ്റ്റേറ്റ് ലെവൽ വരെ പോയി. ആ സമയത്താണ് കൊറോണ വന്നപ്പോഴത്തേക്ക് അവർ നിർത്തിയതിന് ശേഷം പിന്നെ അവർക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അവൻ പറഞ്ഞു എനിക്ക് മറ്റേ ക്ലാസ്സിന് പോകണം, ആർമിയുടെ ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞു. ശരിയെങ്കിൽ നിൻ്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ട്. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അതെ, എങ്ങനെ അറിഞ്ഞു ഇതിനെക്കുറിച്ച്? ഇത് ഇവൻ തന്നെ വന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ. അതിന് മുമ്പേ നേരത്തെ NDAയുടെ ഒരു ഇതുണ്ടായിരുന്നു, അതിന് പോയായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ രണ്ടാമതാണ് ഇവിടെ കൊണ്ട് ചേർത്തത്. ക്ലാസ് ഒക്കെ എങ്ങനെയാ? ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നോ കറക്റ്റ് ആയിട്ട്?
അല്ല ഈ നേരത്തെ മറ്റേ കൊറോണ സമയത്ത് മറ്റേ NDA പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഇത് ഡയറക്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അറ്റൻഡ് കറക്റ്റ്. രാവിലെ എണീറ്റ് പഠിക്കുന്ന ആളായിരുന്നോ? രാവിലെ എണീറ്റ് പഠിക്കും, പിന്നെ രാത്രി ഫുള്ള് ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു വർക്കൗട്ടോ. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഓട്ടത്തിന് ഫെയിലായിരുന്നു. അതിനുശേഷം പിന്നെ നല്ല പെർഫോമൻസ്. അച്ഛനും CRPFിലാണെന്ന് പറഞ്ഞു. എത്ര വർഷമായിരുന്നു അവിടെ? ഞാൻ 22.5 കൊല്ലം ഉണ്ടായിരുന്നു. ആദർശിന് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ആയിരുന്നപ്പോ എന്താണ് തോന്നിയത്? സന്തോഷമായി. 19 വയസ്സിൽ ജോലി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ. എല്ലാവർക്കും സന്തോഷം. ഇനി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് മോനെ കുറിച്ച്? അമ്മയ്ക്ക് എന്താ ഇപ്പം എന്തോ ഡിസ്കിന് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ. ഈ റിസൾട്ട് വന്നപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. സന്തോഷം അല്ലേ? പക്ഷേ ബെഡിലായതുകൊണ്ട് എനിക്ക് എണീക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. എന്താ റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്തെങ്കിലും പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം തോന്നി, പക്ഷേ പറ്റിയില്ല, ഉണ്ടാക്കിയില്ല. ഓക്കെ. പിന്നെ വീട്ടിൽ കസിൻസ് ബന്ധുക്കാരൊക്കെ വന്നായിരുന്നു? വന്നു. എല്ലാവരും ഇത് അറിഞ്ഞു വന്നിരുന്നല്ലേ? അച്ഛാമ്മ എന്താണ് ആദർശിന്റെ കാര്യങ്ങൾ? ആദർശിനെ കുറിച്ച് അവന്റെ ഒറ്റ കഴിവുകൊണ്ടാണ് അവന് ഈ ജോലി കിട്ടാൻ കാരണം. എന്താന്ന് വെച്ചാൽ അവൻ ഇതേന്നും പറഞ്ഞ് നടക്കായിരുന്നു. രായും പകലും എപ്പോഴും അവന് ജോലി 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 എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മളൊരു സപ്പോർട്ടായിരുന്നു അവന് വേണ്ടി. എന്ത് നീ കഷ്ടപ്പെട്ടാലും നിനക്കൊരു ജോലി കിട്ടണം. അച്ഛനെ പോലെ ഒരു ജോലി നിനക്ക് കിട്ടണം. നിന്റെ കഴിവുകൊണ്ട് നിനക്കൊരു ജോലി കിട്ടണം. അവൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ് അവന് ഇപ്പൊ ഹാപ്പിയായി. അപ്പോൾ ആദർശിന് ഇപ്പൊ അഗ്നിയിൽ സെലക്ഷൻ ആയി. അപ്പൊ ആദർശിന് അച്ഛന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫോജിൽ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ കിടക്കും പോലെ അല്ല ഫോജിൽ ചെല്ലുമ്പോഴത്തേക്ക് ശരിക്കും കഷ്ടപ്പാടും കാര്യങ്ങളും കാണും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ ഇപ്പോൾ 1 കൊല്ലം ട്രെയിനിങ് ആണെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഫ്രീ ആണ്. ഏത് ഈ ട്രെയിനിങ് സമയത്ത് നമുക്ക് ഹാർഡാണ്, നമ്മൾ തോന്നും പാതിയിൽ വെച്ച് കളഞ്ഞിട്ട് വരാം. അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെയാണ്, വേറെ വിഷയമൊന്നുമില്ല. അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. നമുക്കറിയാലോ പട്ടാളത്തിൽ എങ്ങനെയാണെന്നുള്ള കാര്യം. ഒരാളെയും കൂടെ ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അനിയനെ ഓട് പറഞ്ഞേ, ഞാൻ വന്നപ്പോ തന്നെ ഓട്ടാർന്ന്. പറഞ്ഞോ അനിയ, പേര് പറഞ്ഞോ? അഭിലാഷ്. ഓക്കെ. അപ്പൊ അഭിലാഷിന് ചേട്ടന്റെ ഈ റിസൾട്ട് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നി? സന്തോഷമുണ്ട്. പിന്നെ അഭിലാഷിന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചായിരുന്നു. പിന്നെ അഭിലാഷിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഓക്കെ. ഏത് പോസ്റ്റിലേക്ക് പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡിഫൻസ് സെക്ഷനിലേക്ക് പോകണമെന്നോ ഉണ്ട് അല്ലേ? ആണോ? SSCയുടെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അടുത്തൊരു വിജയഗാഥ ഇവിടുന്ന് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് വെയിറ്റിംഗ് ആണ്. ആദർശ് 1 വർഷമായിട്ട് ആദർശ് നാഷണൽ ഫോഴ്സ് അക്കാദമിയിൽ ട്രെയിനിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ഈ നാഷണൽ ഫോഴ്സ് അക്കാദമിനെ കുറിച്ച് അറിഞ്ഞത്? എവിടെന്നാ കേട്ടത്? +2 കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴും. അപ്പം ഇതുപോലെ കുറേ അക്കാഡമികളുടെ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല ഇതിൽ ഏത് കയറണം അങ്ങനെ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ അമ്മയാണെങ്കിൽ മലയാളം മനോരമ പത്രമാണ് ഇവിടെ വരുത്തുന്നത്. അപ്പം അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ നാഷണൽ ഫോഴ്സ് അക്കാഡമിയുടെ ഒരു പരസ്യം ഇങ്ങനെ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ ഇത് നോക്ക്, കണ്ട് നല്ലൊരിതാണ് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അമ്മ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് വിളിച്ച് പറയുകയും ഇങ്ങനെ സെമിനാർ അച്ഛൻ്റെ കൂടെ ചെന്ന് സെമിനാർ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ച സാറുമാരുടെ ആ ഒരു സംസാരവും സാറുമാരുടെ ആ ഒരു പെരുമാറ്റം ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യാനുള്ള തീരുമാനിച്ചത്. എത്ര തവണ എഴുതിയായിരുന്നു ഈ അഗ്നിവീർ? ഇത് ഫസ്റ്റ് ടൈം ആണോ? ഇതിന്റെ സെക്കൻഡ് ടൈമാണ് അല്ലേ? ആദർശ് ഈ അക്കാദമിയിൽ ചേർന്ന ശേഷം ആദർശിന്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റം, ജീവിത രീതിയിൽ എന്ത് മാറ്റം ഉണ്ടായിരുന്നു? സ്വിമ്മിങ്ങിന് പോകുമായിരുന്നു. നേരത്തെ മുതലേ പോകും. ഒരു 10 വയസ്സ് തൊട്ടേ പോകുമായിരുന്നു. അപ്പോഴും തൊട്ടേ പോകുമായിരുന്നു. അപ്പം അപ്പോഴും തൊട്ടേ 4 മണിക്ക് തന്നെ എഴുതിക്കും. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ വർക്കൗട്ട് തുടങ്ങും. പിന്നെ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അപ്പം +2 കഴിഞ്ഞ് ഈ കൊറോണ വന്നതോടെ എനിക്ക് നിർത്തേണ്ടി വന്നു.
അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ നാഷണൽ സ്പോർട്സ് അക്കാഡമി ജോയിൻ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ രാവിലെ എനിക്ക് വീണ്ടും ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ വീണ്ടും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. രാവിലെ തന്നെ കഴിച്ചു പ്രാക്ടീസിന് പോകാനും പറ്റി. പിന്നെ ഫുഡിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഫുഡിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. കാരണം ആദ്യത്തെ ഇത് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം അതിന് വേണ്ടിയുള്ള രണ്ടാമത്തേന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടി ഞാൻ ഫുഡ് ഡയറ്റിന്റെ കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റി. പിന്നെ 2 നേരം വർക്കൗട്ട് ആക്കി. 2 നേരമൊക്കെ വർക്കൗട്ട് ചെയ്തു. രാവിലെ എപ്പോ പോവായിരുന്നു ഇവിടുന്ന്? രാവിലെ ഞാൻ ഇവിടെ നിന്ന് 6:30 ആകുമ്പോൾ ഇറങ്ങും. 6:30. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? അവിടെ ഒരു 7:15 ആകുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടോ ഓഫീസിലേക്ക്? ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്റർ. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ PT വർക്കൗട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ നമുക്ക് അവിടെ ഓഫീസിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് തന്നെയാണ് അവിടെ നിന്ന് ഡ്രസ്സ് മാറി അമ്മ ഫുഡ് രാവിലെ കഴിച്ച് ഫുഡ് ഉണ്ടാക്കി തരും. അതും കൊണ്ടാണ് രാവിലെ അങ്ങ് പോകുന്നത്. അവിടെ ഒരു 10 മണിയാകുമ്പോൾ അവിടെ ക്ലാസ്സും തുടങ്ങും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 2 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ക്ലാസ് ടൈം അല്ലേ? ഈ നാഷണൽ സ്പോർട്സ് അക്കാദമിയിൽ ചേർന്ന വിവരം അറിഞ്ഞിട്ട് ബന്ധുക്കാരും അതുപോലെ തന്നെ ആദർശിന്റെ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒരു വളരെ നല്ല കാര്യം. എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടി പോവുക, അതുകൊണ്ട് വളരെ നല്ല കാര്യമാണെന്ന് അവർ പറഞ്ഞു. നല്ല കാര്യമാണ് അല്ലേ? ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളും അതും എല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കി. എൻ്റെ ഇതിൽ തന്നെ 2-3 എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് അവിടെ വന്ന് ചേർന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ആദർശ് ചേർന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ആദർശ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു കറക്റ്റ് ആയിട്ട്? ഓൺലൈൻ ക്ലാസ് എല്ലാം കറക്റ്റ് അറ്റൻഡ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് എക്സാം വന്നപ്പോൾ എങ്ങനെയായിരുന്നു? റിവിഷൻ ടൈമിലൊക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഈ എക്സാമിന് ഏതാണ്ട് 2 മാസം മുമ്പേ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ ഒരു ഉപകാരമായി. അത് റിവിഷനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഇവിടെ ട്രിവാൻഡ്രം സെന്ററിലെ പ്രബല മാം തന്നെയാണ് എനിക്ക് അതിനുവേണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് തന്നായിരുന്നു പഠിക്കാനൊക്കെ എല്ലാ ഹെൽപ്പും ചെയ്തു. അല്ലേ? ഓക്കെ. അപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞ ശേഷം ആദർശിന്റെ കൂടെ ഉള്ള നാഷണൽ സ്പോർട്സ് അക്കാദമിയിൽ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? അവരെല്ലാം ഭയങ്കര സന്തോഷമാണ്. ആദ്യമേ തന്നെ അവർ ചിലവെല്ലാം ചോദിച്ചു. ആണോ? പിന്നെ ആദ്യം ചോദിച്ചാലേ? അതല്ല, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് അവിടെ ചെന്നതിൽ എനിക്ക് നല്ല കുറച്ച് കൂട്ടുകാരെ കിട്ടി. അപ്പം അവരാണ് എന്നെ ഇതിലോട്ട് കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് ഇതിലോട്ട് ആക്കിയത്. മനു എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അശ്വിൻ എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ, പിന്നെ മിഥുൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനിയനാണ്. അപ്പം അങ്ങനെ എനിക്ക് നല്ല കൂട്ടുകാരെ കിട്ടി. അവരാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇതുവരെ എത്തിച്ചത്. ആദർശിന്റെ റിസൾട്ട് അറിഞ്ഞ ശേഷം ആദർശിന്റെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെ അടുത്തുള്ളവരായിരുന്നു. ടീച്ചേഴ്സിനോട് ഞാൻ പറയാൻ വേണ്ടി പോവായിരുന്നു. പക്ഷേ അവരെല്ലാം എക്സാം ഡ്യൂട്ടിക്ക് വേണ്ടി പോയിരുന്നു. അതുകൊണ്ട് പ്രിൻസിപ്പൾ മാത്രം ഉണ്ടായിരുന്നു. പ്രിൻസിപ്പളിന് ഭയങ്കര സന്തോഷമായി. നല്ലതായിട്ട് വരും എന്നൊക്കെ അനുഗ്രഹം ഓൾറെഡി കിട്ടി. ടീച്ചേഴ്സിനെ അറിയിക്കണ്ടേ? ഡോക്യുമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതെല്ലാം. ഇപ്പം ആദർശ് രാവിലേക്ക് എത്ര മണിക്ക് എണീറ്റ് പഠിക്കുമായിരുന്നു? രാവിലെ ഒരു 5 മണിക്ക് എഴുതി പഠിക്കും. 5 മണിക്ക് പഠിക്കും. മൊത്തം ഒരു 3 മണിക്കൂറേ പഠിക്കുകയുള്ളൂ. 3 മണിക്കൂർ. അപ്പോൾ അതിൽ രാവിലെ 2 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറും അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ എക്സാം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട് അല്ലേ? അതാണ് എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയത്. ഓക്കെ. അപ്പോൾ ഈ നാഷണൽ സ്പോർട്സ് അക്കാദമിയിൽ ഇപ്പോൾ നമുക്ക് അഗ്നിവീർ എക്സാം വരുന്നുണ്ട്. അടുത്ത അഗ്നിവീർ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നിവീർ എക്സാം എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികളോട് ആദർശിന് എന്താണ് പറയാനുള്ളത്? ആദർശിൻ്റെ ജീവിത രീതി വെച്ചിട്ട് എന്താണ് ആദർശിന് പറയാനുള്ളത് അവരോട്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കഷ്ടപ്പെടുക, അതിനുള്ള ബലം എന്തായാലും കിട്ടും. പിന്നെ ഈ എല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് പഠിക്കാതെ ആവശ്യം അച്ചടക്കത്തോടെ അത് പോർഷൻ തിരിച്ച് പഠിക്കുക. അതാണ് ഞാൻ ഫസ്റ്റ് എക്സാം പോയപ്പോൾ എനിക്ക് അതാ മനസ്സിലായത്. ഞാൻ ഇതെല്ലാം കൂടെ പഠിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് ഒന്നും അധികം എക്സാം എനിക്ക് നേരെ ഇത് പറ്റിയില്ല. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളത് മാത്രം പഠിക്കുക. എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് പഠിക്കാതെ ആവശ്യത്തിനുള്ളത് മാത്രം പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കുള്ളൊരു പേഴ്സണൽ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നാഷണൽ സ്പോർട്സ് അക്കാഡമിയിൽ ചെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ സാറുമാർ നമുക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ ഗൈഡൻസും തരും. അവരാണ് എനിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സാറാണ് എനിക്ക് ചെയ്തു തന്നെ. അവിടുത്തെ സാറ് അനിൽകുമാർ സാറ്
പുള്ളിയാണ് എനിക്ക് വേണ്ടിയുള്ള ഈ നോട്ടിഫിക്കേഷൻ ഓരോന്ന് വരുമ്പോഴും എനിക്ക് കറക്റ്റ് അതെല്ലാം നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്തുണ്ടെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം മെസ്സേജായിട്ട് സാറ് പറഞ്ഞു തരികയും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ എല്ലാ ഗൈഡൻസ് സാറ് തരികയും എനിക്ക് അതിന് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മളെ പ്രബല മിസ്സാണ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നതും. പിന്നെ ഈ ആഴ്ച 2 ദിവസം എനിക്ക് വേണ്ടിയുള്ള നമുക്ക് ഈ അഗ്നിവീർ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള സ്റ്റുഡൻസിന് മാത്രം സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. സാറ് തന്നെയായിരുന്നു അതിനുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളും PDF ആയിട്ടുള്ളതെല്ലാം ഗ്രൂപ്പിൽ ഇങ്ങനെ സാറ് ഷെയർ ചെയ്ത് തരുമായിരുന്നു. അപ്പം അതനുസരിച്ച് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സാറിൻ്റെ കൊണ്ടുപോകും. അപ്പോൾ സാറ് തന്നെയാണ് അതിന് വേണ്ടിയുള്ള പോർഷൻസും കാര്യങ്ങളും അതെങ്ങനെ പഠിക്കണമെന്നുള്ള സ്ട്രാറ്റജീസും അതെല്ലാം സാറ് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞ് എല്ലാം സാറ് തന്നെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. എത്ര പേരിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് ഓരോ ദിവസം ഇപ്പോൾ ഇന്ന് സയൻസ് ആണെങ്കിൽ നാളെ മാത്സ് അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് അങ്ങനെ അത് ആഴ്ചയിൽ അവസാനം ഒരു ടെസ്റ്റിംഗ് ഓക്കെ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനിരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ നാഷണൽ ഫോഴ്സ് അക്കാദമിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് ആദർശിന് പറയാനുള്ള അവരോട് ഇവിടെ ജോയിൻ ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികളോട്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സാറും ടീച്ചറും അവിടെ പഠിപ്പിക്കുന്ന സാറും ടീച്ചറും അവർ നല്ലപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന 2 പേരാണ്. അപ്പം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനകത്ത് അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവരൊരു ജോലി നിങ്ങളെ എത്തിപ്പിക്കും അവർ. പക്ഷേ ഇവിടെ എങ്ങനെയായിരുന്നു നാഷണൽ ഫോഴ്സ് അക്കാദമിയിൽ ചേർന്നപ്പോൾ എന്താണ് ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നിയായിരുന്നു പഠനം? ഇല്ല, സ്ട്രെസ്സായിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മളിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സാറായാലും നമ്മൾ ടീച്ചറായാലും എല്ലാം ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നതും. നമ്മൾ ഫ്രണ്ട്സ് ആയാലും ഇതിനു വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇത് സ്ട്രെസ്സായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഒരുമിച്ച് തന്നെ പഠിപ്പില്ല. പിന്നെ എങ്ങനെയായിരുന്നു ആദർശിന് +2 മാർക്കൊക്കെ എങ്ങനെയായിരുന്നു? +2 10th മാർക്കൊക്കെ എങ്ങനെയായിരുന്നു? 10th ഒരു 96% ഉണ്ടായിരുന്നു. +2 ആയപ്പോൾ അത് 72 ആയി. ഓക്കെ. ആദർശ് ഈ +2 10th മാർക്കിന് ഒരു ഡിപ്പെൻഡ് ചെയ്ത് ആയിരുന്നോ ഈ എക്സാം ഇരിക്കുന്നത്? അങ്ങനെ ആദർശിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ പഠിക്കും പോലെ ഇരിക്കും. കാരണം +2 ഞാൻ ചെറുതായിട്ടൊന്ന് ഉഴപ്പിയത് കൊണ്ട് മാത്രമാണ്. എക്സാമിന്റെ മാർക്ക് അതിന് ബാധകമാണ്. കുറേ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ധാരണയുണ്ട്. ഞാനിപ്പോൾ 10th നന്നായിട്ട് പഠിച്ചില്ല അല്ലെങ്കിൽ +2 നന്നായിട്ട് പഠിച്ചില്ല, അപ്പോൾ എനിക്ക് ഇനി ഇത് പറ്റുമോ, അഗ്നിവീർ എക്സാം എഴുതാൻ പറ്റുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് പലരുടെയും മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആദർശിന് പേഴ്സണലായിട്ട് എന്താ തോന്നിയത്? ഇത് തമ്മിൽ ബന്ധമുണ്ടോ? അതോ നിങ്ങൾക്ക് ഈ മാർക്ക് വെച്ചിട്ട് ഈ മാർക്ക് അതായത് +2ൻ്റെ മാർക്ക് ഈ ഒരു എക്സാമിന് ബാധകമാണോ എന്നുള്ളത് ആദർശിന് എന്ത് തോന്നുന്നു? ഇല്ല, +2ൻ്റെ മാർക്ക് ഇതുമായിട്ട് ഒരു ബാധകവും ഇല്ല. പിന്നെ അവരൊരു മാർക്ക് പറയുന്നത് ഓരോ നോട്ടിഫിക്കേഷൻ ഓരോ ജോലിക്ക് വേണ്ടിയുള്ള ഓരോ നോട്ടിഫിക്കേഷൻ അവർ വിടുമ്പോഴും അവർ പറയുന്ന ഒരു പാസ് മാർക്കുണ്ട്. അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അത് ഇത്ര A+ വേണമെന്നോ ഒന്നും പറയുന്നില്ല. പിന്നെ ബാക്കി നമ്മൾ പഠിക്കും പോലെ നമ്മൾ ആ സിലബസ് വെച്ചിട്ട് നമ്മൾ കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന പോലെ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഈ 10ലും +2ലും പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ അക്കാഡമിയിൽ നിന്ന് മനസ്സിലായി. സ്കൂളിൽ പഠിപ്പിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ അക്കാഡമിയിൽ വന്നപ്പോൾ അതൊക്കെല്ലാം ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. റിസൾട്ട് നോക്കിയത് ഞാനായിരുന്നു. ആ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനിയത്തി, ബന്ധത്തിലുള്ള അനിയത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കായിരുന്നു. അപ്പം അവിടെ നിന്നപ്പോൾ എനിക്കൊരു കോള് വരുന്നു. എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂടെ എഴുതിയ ഫ്രണ്ട് കോള് വന്ന് പറയുന്നു ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട്, കയറി നോക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ടും എങ്ങനെയും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ മതി അങ്ങനെ ഒക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എൻ്റെ പേരുണ്ട്. അപ്പോൾ സന്തോഷമായി. പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. അമ്മ ഭയങ്കര ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ അച്ചാമ്മയുടെ അടുത്താണ്. അച്ചാമ്മയുടെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനെ അറിയിച്ചു. അപ്പോൾ അപ്പോഴും അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മയ്ക്കൊരു വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു ഡ്രാമ പോലെയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ അതൊരു സർപ്രൈസ് ആയിട്ട് അങ്ങ് പൊട്ടിക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമായി അമ്മ. പക്ഷെ അമ്മ ഇപ്പൊ ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമവും കൂടെ ഉണ്ട്. കുഴപ്പമില്ല, 6 month ഒക്കെ കഴിയുമ്പോഴേക്കും റെഡിയാവും അല്ലേ? ഓക്കെ. അപ്പോൾ റിസൾട്ട് അറിഞ്ഞ ശേഷം
നിങ്ങൾ എങ്ങനെയാണ് ഒരു സെലിബ്രേറ്റ് ചെയ്തോ ചെറുതായിട്ട്? ഇല്ല, സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ല. ഓക്കെ, സന്തോഷം എല്ലാവരും അറിയിച്ചു. എല്ലാവരും അറിയിച്ചു, അത്രേ ഉള്ളൂ. റിസൾട്ട് അറിഞ്ഞ ശേഷം ഫാമിലി ബന്ധുക്കളൊക്കെ വന്നായിരുന്നോ? അതായത് ഈ അമ്മ ഇങ്ങനെ ഇതായിട്ട് കിടക്കണത് കൊണ്ട് എല്ലാ ബന്ധുക്കളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പം അവർ വന്നപ്പോൾ തന്നെ ഈ കാര്യം അങ്ങ് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് വലിയ സന്തോഷമായി. കാരണം 20 വയസ്സിനകത്ത് ജോലി കയറി കിട്ടുകയെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അങ്ങനെ പറഞ്ഞ് അവർക്കെല്ലാം വലിയ സന്തോഷമായി, അനുഗ്രഹിച്ചു ഒക്കെ ചെയ്തു. ആദർശ ഇപ്പൊ ഈ എക്സാം പാസ്സായി, ഇനി ആദർശിന്റെ ഒരു ഡ്രീം ആയിരുന്നു ഇത് എക്സാം. ഇപ്പൊ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു, ഇപ്പൊ അതുപോലെ തന്നെ അച്ചാമ്മയും പറഞ്ഞു അവന് ഈ ഒരു ഡിഫൻസിലേക്ക് ഒരു ജോലി എന്നുള്ളത് അവൻ്റെ സ്വപ്നമായിരുന്നു, എപ്പോഴും അത് തന്നെയായിരുന്നു വിചാരം എന്ന് പറഞ്ഞു. അപ്പൊ ആദർശിന്റെ ഒരു ആദ്യത്തെ സ്വപ്നമായിരുന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ സ്വപ്നം. കൊച്ചിലെ തൊട്ട് സ്പോർട്സിൽ പോകുമ്പോൾ, സ്വിമ്മിങ്ങിന് പോകുമ്പോൾ തൊട്ടേ ഈ ഡിഫൻസിൽ കയറാൻ വേണ്ടി, സ്പോർട്സ് വഴി ഡിഫൻസിൽ കയറാമെന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു വിചാരിച്ചത്. പക്ഷേ കൊറോണ വന്നതെല്ലാം ഇതായി. പിന്നെ ഞാൻ വിചാരിച്ചു സ്പോർട്സ് അല്ലാതെ എങ്ങനെ കയറാം. കൊറോണ അതായത് ആദർശിന്റെ ആ സ്വപ്നത്തെ ഒരു തടസ്സം വരുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ വെച്ച് കൊറോണ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം, സ്പോർട്സ് അല്ലാതെ എന്ത് ചെയ്യാം, എങ്ങനെ കയറാം. അങ്ങനെ ഒരു ഇതിരുന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ പറയുന്നത്, ഇതുപോലെ നാഷണൽ ഫോഴ്സ് അക്കാഡമിയുടെ ഒരു പരസ്യം ഇതുപോലെ വന്ന് കിടപ്പുണ്ട്, അതിലൊന്ന് പോയി നോക്ക്, സെമിനാർ പോയി അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അമ്മ. അങ്ങനെയാണ് അക്കാഡമിയിലേക്ക് എത്തിയത്. അടുത്ത പ്ലാൻ എന്താണ്? എന്ന് വെച്ചാൽ ഈ ജോലി ഇരുന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹയർ പോസ്റ്റുകളിലോട്ട് മാറണം, ഫാമിലി നോക്കണം. അപ്പൊ ആദർശിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേരുന്നു. അപ്പൊ താങ്ക് യു ആദർശ്. താങ്ക് യു.